ഈ സ്കൂൾ മൈതാനത്ത് നിറഞ്ഞു നിന്നിരുന്ന ആളുകളൊക്കെ തന്നെ ഒഴിഞ്ഞു തുടങ്ങി. അവരെ തിരിച്ച് ആംബുലൻസ് കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ സ്കൂൾ മൈതാനത്ത് നിരന്ന് നിൽക്കുന്നു. അല്പ നിമിഷം കൂടി മാത്രമേ അവർക്ക് യാത്രാമൊഴി ചൊല്ലാൻ ഈ നാടിന് ഇനി അവശേഷിക്കുന്നുള്ളൂ. 9 ആംബുലൻസുകൾ അവരെ തിരിച്ച് കൊണ്ടുപോകുവാനായി സ്കൂൾ മൈതാനത്ത് ഒരുക്കിയിട്ടിരിക്കുന്നു. വളരെ കുറഞ്ഞ ആളുകൾ, ഇനി നൂറോളം ആളുകൾ മാത്രം, 100 ആളുകൾ മാത്രമേ ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അവസാന വട്ടം അവർക്ക് യാത്രാമൊഴി നൽകുവാനായി ശേഷിക്കുന്നുള്ളൂ. വളരെ വേഗത്തിലാണ് പൊതുദർശനം നടക്കുന്നത്. വളരെ വേഗത്തിൽ ആളുകളെ കടത്തിവിടുന്നു. വലിയ തിരക്ക് നേരത്തെ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ പൊതുദർശനം അതിന്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, വളരെ വേദനയോടെ ഈ നാട് ഇവർക്ക് വിട ചൊല്ലുകയാണ്. അജിത ടീച്ചർക്കും റംല ടീച്ചർക്കും എല്ലാം അവരുടെ സഹപ്രവർത്തകർ, അവരുടെ പ്രിയപ്പെട്ടവർ കണ്ണീരോടെ വിട ചൊല്ലി അകലുകയാണ്, മറയുകയാണ്. അജിത ടീച്ചറുടെ മൃതദേഹത്തിലെ റീത്തുകൾ നീക്കം ചെയ്തു. മൃതദേഹം വീണ്ടും ആംബുലൻസിൽ കയറ്റുവാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത്. ഓരോ മൃതദേഹങ്ങൾ ക്രമമനുസരിച്ച് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരുടെ വീട്ടിലേക്കുള്ള അവസാന യാത്രയാണിത്. കഴിഞ്ഞ ദിവസം അതിരാവിലെ സന്തോഷത്തോടെ അവധി ആഘോഷിക്കുവാൻ വീട്ടിൽ നിന്നിറങ്ങിയവരാണ് ചേതനയേറ്റ് ഇപ്പോൾ വീടുകളിലേക്ക് തിരിച്ചെത്തുന്നത്. പ്രിയപ്പെട്ടവർ ഇതെങ്ങനെ അതിജീവിക്കുമെന്ന് ആർക്കും അറിയില്ല. കാരണം ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഒരു യാത്ര പോലും പറയാതെ പെട്ടെന്ന് തിരിച്ചു വരാത്ത യാത്രയിലേക്ക് കടന്നിരിക്കുന്നത്. വീടുകളിൽ വിലാപങ്ങൾ ഉയരും, കണ്ണീർ കടലായി ഒഴുകും. നാടൊന്നാകെ ഇവർക്കായി തേങ്ങുകയാണ്. മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ അജിത ടീച്ചറുടെ മൃതദേഹമാണ് ആദ്യം ആംബുലൻസിലേക്ക് മാറ്റുന്നത്. അതിനായ പേടകം തുറന്നിരിക്കുന്നു. അല്പ സമയത്തിനകം മറ്റ് മൃതദേഹങ്ങളും ആംബുലൻസുകളിലേക്ക് മാറ്റി അതാത് വീടുകളിലേക്ക് കൊണ്ടുപോകും. സ്വന്തം വീടുകളിലേക്ക് ഇനി തിരിച്ചുവരവില്ലാത്ത യാത്ര, അതാണ് അവസാന യാത്ര. പ്രിയപ്പെട്ടവർ അവർക്കായി യാത്രാമൊഴി ചൊല്ലി ഇടചൊല്ലി അകലുകയാണ്. 9 പേർ. ഈ നാടതിന് ഒരിക്കലും താങ്ങാനാവാത്ത വേദനയേകിയാണ് ഈ 9 പേരുടെയും വിട പറച്ചത്. ഇന്നലെ വരെ അവരുടെ പ്രിയപ്പെട്ട ഗുരുനാഥരായി, കുട്ടികളുടെ അധ്യാപകരായി, അവരിൽ പ്രിയപ്പെട്ടവരായി, അവരിൽ ഒരാളായിരുന്നവരാണ് ഇവരെല്ലാം. അവരാണിന്ന് ചേതനയേറ്റ ശരീരങ്ങളായി തിരിച്ച് അജിത ടീച്ചറുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാനായി പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മൃതദേഹം ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അജിത ടീച്ചറുടെ മൃതദേഹം പാലൂരിലെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ആംബുലൻസ് അവിടെ തയ്യാറായി നിൽക്കുന്നു. ആൾക്കൂട്ടത്തിനിടയിലൂടെ, തേങ്ങലടക്കുന്ന ആളുകൾക്കിടയിലൂടെ അജിത ടീച്ചറുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. ഷൊർണൂർ ശാന്തി തീരത്താണ് ടീച്ചറുടെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അവരുടെ മൃതദേഹം പാലൂരിൽ അവരുടെ വീട്ടിൽ അല്പനേരം പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഷൊർണൂരിലേക്ക് കൊണ്ടുപോവുക. ആശ ടീച്ചറുടെ മൃതദേഹം തറവാട്ട് വളപ്പിൽ തന്നെയാണ് സംസ്കരിക്കുന്നത്. മറ്റ് 7 പേരുടെയും മൃതദേഹങ്ങൾ പാങ്ങിലെ വിവിധ പള്ളി ഖബർസ്ഥാനുകളിലാണ് സംസ്കരിക്കുക. വലിയ തിരക്കായിരുന്നു കഴിഞ്ഞ ഈ ഒരു 1.5 മണിക്കൂർ. ഇവിടെ നല്ല കടലായി ആളുകൾ ഒഴുകിയെത്തി യാത്രാമൊഴി ചൊല്ലുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ ആശ ടീച്ചറുടെ മൃതദേഹവും
ആംബുലൻസിലേക്ക് കയറ്റുവാനായി പേടകത്തിൽ നിന്നും പുറത്തെടുത്തിരിക്കുന്നു. ഇനി ആശ ടീച്ചറുടെ മൃതദേഹവും അവരുടെ കൊളത്തൂരിലെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവരുടെ യാത്ര പറഞ്ഞിറങ്ങിയവർ അവരാണ് ഇനിയൊരു വാക്ക് പറയാനാകാതെ, മറുപടി പറയാനാകാതെ ജീവനറ്റ ചേതനയേറ്റ് ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നത്. അമ്പലമുറ്റത്തെ സ്കൂളിൽ വൈകാരികമാകുന്ന നിമിഷങ്ങൾ ആണ് ഉള്ളത്. ഒരു ആഘാതം, ഈ അധ്യാപകരുടെ മടക്കയാത്ര ആ ജനതയൊന്നടങ്കം വലിയൊരു ആഘാതത്തിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ഉള്ളവർ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഒരുപക്ഷെ ഈ അധ്യാപകരുടെ വിടവാങ്ങൽ അത് ആ പാങ്ങ് എന്ന പ്രദേശത്തിന് മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലൊന്നടങ്കം ഏറെ ദുഃഖകരമാകുന്ന ഒന്നായി മാറുന്നു എന്നുള്ളതാണ്. നേരത്തെ അനുമോദ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ അധ്യാപകർ സ്കൂളങ്കണത്തിൽ നിന്ന് മടങ്ങുകയാണ്. ഇനിയൊരു ഹാജർ ബുക്കിലോ രജിസ്റ്റർ ബുക്കിലോ അവരുടെ ഒപ്പ് വീടില്ല. സാധാരണ നമുക്കറിയാം, എല്ലാ അധ്യാപകരും രാവിലെ സ്കൂളിൽ എത്തി കുട്ടികളെ പഠിപ്പിച്ച് എല്ലാ ദിവസവും വൈകിട്ട് മടങ്ങി തൊട്ടടുത്ത ദിവസം അവർ തിരികെ എത്തുമെങ്കിൽ ഇനി ഈ അധ്യാപകർക്ക് ഈ സ്കൂളിലേക്ക് ഒരു മടക്കമില്ല. അവരുടെ കുട്ടികളെ ഇനി കാണില്ല. ഇനി പഠിപ്പിക്കാൻ ആ അധ്യാപകർ ഇല്ല. ആ കുട്ടികൾക്ക് അങ്ങനെയൊന്ന് താങ്ങാനോ പ്രതീക്ഷിക്കാനോ പറ്റുന്ന ഒന്നായിരുന്നില്ല. ഇപ്പോഴിതാ സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ മൃതദേഹം അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാ അധ്യാപകരുടെയും ഉൾപ്പെടെ മൃതദേഹങ്ങൾ വഹിച്ചു കൊണ്ടുപോകുവാനുള്ള ആംബുലൻസുകൾ അവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു എന്നതാണ്. സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക ഉൾപ്പെടെ യാത്ര പറയുമ്പോൾ അത് ആ സ്കൂളിന് വലിയൊരു നഷ്ടമാണ് എന്ന് തന്നെ പറയാം. കാരണം 2 വർഷമായി പ്രധാന അധ്യാപിക അവിടെ ജോലി ചെയ്യുന്നുണ്ട്. വലിയ ഉത്തരവാദിത്തം ആണ്. പഠനം എന്നതിനപ്പുറത്ത് സ്കൂളിൻ്റെ ആകെയുള്ള നടത്തിപ്പിനെ കൂടി നിയന്ത്രിക്കുന്നത് ഈ പ്രധാന അധ്യാപികയാണ്. 2 വർഷമായി ആ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കി നടത്തിയിരുന്ന പ്രധാന അധ്യാപിക അടക്കം മരണപ്പെടുമ്പോൾ അത് ആ സ്കൂളിന് വലിയ നഷ്ടം ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി അങ്ങനെ മറ്റധ്യാപകർക്ക് അടക്കം പരാതികൾ പറയുന്നതിന്, അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിന്, സ്കൂളിൻ്റെ ഉന്നമനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്, PTA അംഗങ്ങൾക്ക് സംസാരിക്കുന്നതിന്, അങ്ങനെയൊന്നും അവരുടെയൊന്നും വാക്കുകൾ കേൾക്കാൻ ടീച്ചർ ഇല്ല എന്നതാണ്. അജിത ടീച്ചർ അവിടെ നിന്ന് മടങ്ങുന്നു എന്നതാണ്. ഇനിയൊരിക്കലും ആ സ്കൂളിലേക്ക് അജിത ടീച്ചർ തിരികെ എത്തില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. മറ്റധ്യാപകരും അവിടെയുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു എന്നതും ഏറെ ദുഃഖകരമാണ്. കുട്ടികളെ ചേർത്ത് പിടിച്ചിരുന്ന അധ്യാപകരാണ്. ആ സ്കൂളിൻ്റെ ഉന്നമനത്തെക്കുറിച്ച് മാത്രം ആഗ്രഹിച്ചിരുന്നവർ ആണ്. അവരും അവരുടെ പഠനം കുട്ടികളെ പഠിപ്പിച്ച ശേഷം മടങ്ങിയിരുന്ന, അടുത്ത ദിവസം തിരികെ എത്തിയിരുന്ന അധ്യാപകർ ഇനി ഈ വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ ആ അധ്യാപകർ അവിടെ ഉണ്ടാകില്ല. അടുത്ത ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ ഓരോ ക്ലാസ്സിലേക്കും വിജയിച്ചു കയറിയ കുട്ടികൾക്ക് അവരെ സ്വീകരിക്കാൻ, അവർക്ക് വീണ്ടും അറിവിൻ്റെ അക്ഷരങ്ങൾ പകർന്നു നൽകാൻ ഈ അധ്യാപകർ ഇല്ല എന്നതാണ് ആ നാടിനെ ഒന്നടങ്കം വേദനയിൽ ആഴ്ത്തുന്നത്. ഒപ്പം ഇവരുടെ വേർപാട് അവരുടെ കുടുംബാംഗങ്ങൾക്കും താങ്ങാനാകുന്ന ഒന്നല്ല, അപ്രതീക്ഷിതമാകുന്ന വിടവാങ്ങൽ ആണ് എന്നതാണ്. ഏറെ സന്തോഷത്തോടുകൂടി പുലർച്ചെ ഉല്ലാസയാത്രയ്ക്ക് പുറപ്പെട്ടവർ വൈകിട്ട് ഇവരുടെ മരണവാർത്ത പുറത്തു വരുമ്പോൾ, വാഹനം അപകടത്തിൽപ്പെട്ടു എന്ന വിവരം അറിയുമ്പോൾ മുതൽ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആശങ്കപ്പെട്ടവർ, അവർക്ക് പിന്നീട് ഉറ്റവരെ നഷ്ടപ്പെട്ടു എന്ന ആ ദുഃഖവാർത്തയാണ് ഉൾക്കൊള്ളേണ്ടി വന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.